സമൂഹത്തിൻ്റെ ചലനം ജനാധിപത്യ പദ്ധതി അടിസ്ഥാനമാക്കി തന്നെയാണ്. കാരണം മനുഷ്യ സമൂഹ അടിസ്ഥാനപരമായ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സാമൂഹ്യ ഘടനയാണ് മനുഷ്യൻ. അത് ഞാൻ പറഞ്ഞ പോലെ മനുഷ്യന് മാത്രം സവിശേഷമായ ഭാഷയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മാർക്സിസ്റ്റുകൾക്ക് ഒന്നും ഈ ഭാഷയെ ഒന്നും ദൂരോളമൊന്നായി കാണാനില്ല. ഭൗതിക അടിസ്ഥാനത്തായിട്ട് പറഞ്ഞ ഉപകരണങ്ങളുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കാനാണ് മാർക്സിസ്റ്റ് ശ്രമിക്കുന്നത്. ഉപകരണങ്ങളുടെ ചരിത്രം ഒരു കാലഘട്ടത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള ശീലീകരണം അതൊക്കെ ശരിയല്ല, സംശയകരമായ. പക്ഷെ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാന സാമൂഹ്യ പ്രക്രിയ നടത്തുന്നത് ഈ ഭാഷാവിനിമയത്തിലൂടെയാണ് എന്നുള്ളതും അതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം നമുക്ക് നടക്കുന്നത്. ആ ഇതിൽ നോക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വിപ്ലവങ്ങൾ എന്നുള്ളത് ഈ ജനാധിപത്യ പ്രക്രിയയെ നിഷേധിക്കുന്നതുമായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രഞ്ച് വിപ്ലവം മാത്രം ഒരു വിപ്ലവം എന്ന് പറയാവുന്ന രീതിയിൽ മനുഷ്യ ചരിത്രത്തിൽ നടക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞത് പാരിസ് മറ്റ് രാജവാഴ്ചക്കെതിരായ കലാപങ്ങൾ മിക്ക രാജ്യങ്ങളിലും നടന്നു. അതനുസരിച്ചൊരു ജനാധിപത്യ പ്രക്രിയ രാജ്യങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിൽ നിന്ന് വിപ്ലവപരമായ മുന്നേറ്റം എന്ന് പറയാവുന്ന ഒരു പ്രക്രിയ പാരിസ് കൊണ്ടാണ്. പക്ഷെ അതിന് ഒരു വിപ്ലവം എന്ന് പറയാനും കഴിയില്ല. അങ്ങനത്തെ ഒരു വലിയ കലാപരൂപത്തിലല്ല. പക്ഷെ ഇതിൻ്റെ ഘടനാപരമായി നോക്കിയാൽ അത് വലിയൊരു വിപ്ലവത്തിലായി. മനുഷ്യ സമൂഹത്തിൻ്റെ അതുവരെയുള്ള ചരിത്ര പ്രക്രിയകളൊക്കെ വളരെ വ്യത്യസ്തമായി ജനാധിപത്യത്തിന് വലിയൊരു മാനം നൽകിയ ഒരു പരീക്ഷണമായിരിക്കും ഇസ്തംബുളിൽ നടക്കുന്നത്. അതൊരു ചെറിയ പ്രദേശത്ത് മാത്രമായതുകൊണ്ടാണ് നടന്നത് വിജയിച്ചതൊക്കെമായ പിന്നീട് അതിനെ തുടർന്ന് നേരത്തെ സൂചിച്ചപോലെ ലെനിൻ അതിൽ നിന്ന് പഠിക്കുന്ന മാർക്സ് നൽകിയ കേന്ദ്രീകരണമില്ലാത്തത് നോക്കിക്കൊണ്ട് കേന്ദ്രീകരണ സംഘടന ഉണ്ടാക്കാൻ നോക്കി. അത് കൂടുതൽ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയത് ലെനിൻ്റെ സംഘം. ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒക്ടോബർക്ക് ഒന്നും വിപ്ലവമില്ലാത്ത പറയാം. ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം നടത്തിയ ആക്ടിവിറ്റിയുണ്ട്. പാരീസ് കമ്മ്യൂണിൻ്റെ മാതൃക എന്ന രീതിയിൽ 1905 മോസ്കോ കലാപം എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മോസ്കോയിൽ ഉയർന്നു വന്ന സ്വാഭാവിക കലാപമുണ്ടായി. ആ കലാപത്തിൽ ഉയർന്നു വന്ന സോവിയറ്റുകൾ എന്നുള്ള സംഘടന, സോവിയറ്റ് പറയുന്ന അതിൻ്റെ ജനകീയ സംഘടന റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും സൈനിക മേഖലയിലും ഉയർന്നു വന്ന സോവിയറ്റ് ജനകീയ സംഘടന. അത് ആണ് മോസ്കോ കലാപം എന്ന് പറഞ്ഞ ചക്രവർത്തിക്കെതിരായ വിളിച്ചാലും ഉയർന്നു വന്ന ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അതിൽ ഉയർന്നു വന്ന ജനകീയ പാരീസ് കമ്മ്യൂണിൻ്റെ മാതൃക എന്ന രീതിയിൽ പറയാവുന്ന ഒരു ജനകീയ രൂപമായിരുന്നു, ജനകീയ സംഘടന രൂപമായിരുന്നു സോവിയറ്റ്. ലെനിൻ അത് ഈ സോവിയറ്റുകൾ പാരീസ് കമ്മ്യൂണിൻ്റെ മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവ അങ്ങനെയുള്ള സോവിയറ്റുകൾ റഷ്യൻ സമൂഹത്തിൽ കൊണ്ടുവരുന്നതാക്കുകയും വന്നവർ രണ്ട് ഗ്രൂപ്പുകളായി മാറിയിട്ടുമ്പോൾ രണ്ടു കൂട്ടരും സോവിയറ്റുകൾ സംഘടിപ്പിക്കാൻ നോക്കി. എല്ലാവരെയും കർഷകരെയും തൊഴിലാളികളെയും സൈനികരെയും സോവിയറ്റുണ്ടായി. ഓരോ പാർട്ടിയുടെയും എത്ര സോവിയറ്റുകൾ അവരുടെ ശക്തി അറിയാൻ കഴിയില്ല. അവസാന റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ഈ ചക്രവർത്തിയെ മറ്റ് രാഷ്ട്രീയ ശക്തികൾ പുറത്താക്കി നിൽക്കുന്ന സമയത്തുകളിലേക്ക് റഷ്യയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എഴുതപ്പെട്ടിരിക്കുകയും കടന്നു വരുന്ന ഒരു ചരിത്ര പ്രസിദ്ധം എന്ന് പറയാവുന്ന ആ സമയത്ത് നടത്തിയ സെൻട്രിഫ്യൂഷൻ ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ലെനിന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കാൻ വേണ്ടി ലെനിനൊരു കാറിന് പോയിട്ട് നമുക്ക് പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് ലെനിൻ പറയുന്ന എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് നൽകുന്ന ഒരു വിപ്ലവമാണ് നമുക്ക് വേണ്ടത്. അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ മറ്റു പല പാർട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന സോവിയറ്റുകളൊക്കെ ബോൾഷെവിക് പാർട്ടിയുടെ കീഴിലേക്ക് വരാനായി. അങ്ങനെയുള്ള സോവിയറ്റുകളുടേതായ ഒരു വലിയ സംഘടനയിൽ വെച്ചിട്ടാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെതായ തീരുമാനം എടുക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനൊരു വലിയ ജനകീയ മുന്നേറ്റമായിട്ട് കാണാൻ കഴിയുമെങ്കിൽ അത് ചില സംഘടനാപരമായ ചില കുടുംബങ്ങൾക്ക് കാണിച്ചിട്ടുള്ള ഭൂരിപക്ഷം കഴിഞ്ഞിട്ടുള്ള പ്രശ്നമൊക്കെ കഴിക്കാൻ പോകില്ല. പക്ഷെ ജനകീയ
വിപ്ലവപരമായ നടപടികൾ തന്നെയാണ് ചെയ്യുന്നത്. തെന്നിമാരുടെ പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കുക, ഫാക്ടറികളൊക്കെ തന്നെ തൊഴിലാളികൾ കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ആദ്യത്തെ 2 വർഷം വലിയ പണ്ടിൽ വലിയ ഗ്രാമത്തിലായിരുന്നു. പിന്നീട് ഒരു 10 വർഷക്കാലം പക്ഷേ വലിയൊരു സാമൂഹ്യ മാറ്റം തന്നെയാണ്. അപ്പോൾ തെങ്ങുകളിൽ നമുക്ക് വലിയ വിപ്ലവം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സാമൂഹ്യ ഘടനയിൽ എടുത്തു പറയാവുന്ന മാറ്റം തന്നെയാണ്, വിപ്ലവമെന്ന് പറയാവുന്ന മാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചതെന്ന് പറയും. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് പറഞ്ഞില്ലെങ്കിൽ എല്ലാ അധികാരവും പാർട്ടിക്ക് എന്ന് പറയാൻ പറ്റുന്നതിനാണ്. കാരണം സോവിയറ്റുകൾ ജനകീയ സഭകളുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ശത്രുക്കളുടെ ആക്രമണത്തെ നേരിടാൻ അവർക്ക് കഴിയാതെ വരുന്നു. അപ്പോൾ അവിടെ പാർട്ടിയുടെ നേതൃത്വപ്പെടും. അപ്പോൾ 1919 ശത്രുക്കളും കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന വലിയൊരു തൊഴിലാളികളുടെ സാമൂഹിക സമ്മേളനത്തിലേക്ക് പറയുകയാണ് സോവിയറ്റുകൾ ഭരണയന്ത്രത്തിലെ പച്ചക്കറക്കം മാത്രമാണ് പാർട്ടിയോ എല്ലാവരും കഴിയാതെ. അതോടുകൂടി ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിപ്ലവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെടേണ്ടതാണ്. തുടർന്ന് സംഭവിക്കുന്നത് എല്ലാ അധികാരവും പാർട്ടിയുടെ കയ്യിലാകുന്നു. ഇതിനുശേഷം ഇന്നത്തെ കാലത്ത് കുറേയൊക്കെ ജനാധിപത്യം പാർട്ടിയുടെ കീഴിൽ നടപ്പിലാക്കിയിരുന്നു പറയുന്നുണ്ട്, കുറേയൊക്കെ ശരിയായിരിക്കും. പക്ഷേ അത് സ്വാഭാവിക സ്ഥാനത്തുകയും പിന്നീട് ചെയ്യുമ്പോൾ പൂർണ്ണമായ ഒരു പാർട്ടി സ്വേച്ഛാധിപത്യമായി മാറും. പാർട്ടി ഫാസിസം എന്ന് പറയാവുന്ന സോഷ്യലിസം, സോഷ്യൽ ഫാസിസമായി മാറുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് ഈ പഠനത്തോട് ശേഷമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് ഇവയുടെ തകർച്ചയ്ക്ക് കാരണമായത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുള്ളത് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നതാണ്. ഇനി ജനാധിപത്യത്തിൻ്റെതായ കാലമാണ്. ജനാധിപത്യത്തിൻ്റെ കാലം വളരെ സുഗമമായി പോകുന്നത് അതിലല്ല ഞാൻ പറഞ്ഞത്. എല്ലാ തരത്തിലും വിഷയങ്ങൾ ജനാധിപത്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുകയും ചെയ്യുന്നത് ഞാനറിയാം. പക്ഷേ ജനാധിപത്യ പ്രക്രിയയുടെ അല്ലാത്ത വിഷയത്തിൽ ആരില്ല എന്നുള്ള വിഷയം. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഈ കമ്മിറ്റായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംശയകരമാണ്. പിന്നീട് തന്നെ സാഹചര്യത്തെ പരിശോധിച്ചാൽ മതഫാസിസം പോലുള്ള ഒരു പ്രവണതയ്ക്ക് ഇവിടെ കടന്നുകയറാനാകും. ഈ കഴിഞ്ഞ അവസ്ഥ തുടങ്ങുന്നതിന് തൊട്ടുമുള്ള അന്തരീക്ഷത്തിൽ നമ്മളൊക്കെ പൊതുവിൽ ജനാധിപത്യത്തിന് വേണ്ടി ചിന്തിക്കുന്നവരൊക്കെ തന്നെ ആകെ ഉത്കണ്ഠപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യമൊക്കെ അവസാനിച്ചു പോകുമോ എന്നൊന്നും ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ 400 സീറ്റൊക്കെ പിടിച്ച് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതില്ലെങ്കിൽ അങ്ങനെ പിടിച്ചു പറ്റി ഭരണഘടനയൊക്കെ ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടായത്. അപ്പം അത്തരത്തിലുള്ള വലിയ ഭീഷണമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ അതിനെ തടഞ്ഞു നിർത്താനായി എന്നുള്ളത് ശരിയായിരുന്നു. അപ്പം ജനാധിപത്യ പ്രക്രിയയിൽ വീണ്ടും വിശ്വാസം നൽകാവുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉള്ളതുകൊണ്ട് യാഥാർത്ഥ്യം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉള്ള വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മതഫാസിസ്റ്റ് ശക്തികളെ വലിയ വൈദ്യുത തടഞ്ഞു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ജനാധിപത്യം ഏറ്റവും ഇന്ത്യൻ സമൂഹത്തിൽ സാധ്യമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന രീതിയിൽ ഇന്ത്യയെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ച് പല രീതിയിലുള്ള പോരായ്മകളുണ്ട്. എങ്കിൽ തന്നെയും അത് ലോകത്തിൽ വലിയൊരു ലോക നിലവാരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ത്യൻ ജനാധിപത്യത്തെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ തന്നെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. കാരണം ഇത്രയും അതിവിപുലമായ 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു സമൂഹം, അനവധി ഭാഷകൾ, മതങ്ങൾ, ജാതികൾ, മറ്റു പല രീതിയിലുള്ള സാമൂഹിക വിഭജനങ്ങൾ, ഇതെല്ലാമുള്ള ഇത്രയും ബൃഹത്തായ രാജ്യത്ത് ഏറെക്കുറെ ചിട്ടപ്പടിയുള്ള തെരഞ്ഞെടുപ്പുകൾ താരതമ്യേന ഭംഗിയായി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന അമേരിക്ക ഉൾപ്പെടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ ഭംഗിയായി ഉള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് പുറത്തുള്ള പല നിരീക്ഷകരുടെ അഭിപ്രായം ഉന്നയിക്കുന്നത്.
ചെറിയ കാര്യമല്ല എന്ന് പറയാനില്ല. ഇങ്ങനത്തെ ഒരു സംവിധാനം തകർക്കപ്പെടാം. പലപ്പോഴങ്ങളിൽ അങ്ങനത്തെ തകർക്കപ്പെടുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ജനാധിപത്യ ശക്തികളുടേതായ എന്താ പറയുക ഒരു കാതലായ ഡിപ്പർ എവിടെയുണ്ട് എന്നുള്ള മതേതരത്വത്തിൻ്റെ ഇത്രയും പ്രസക്തമാണെന്ന് തന്നെയാണ്. മഹാത്മാഗാന്ധി പണ്ടൊക്കെ ഞങ്ങൾ അതിനൊക്കെ മഹാത്മാഗാന്ധിയെ ഒരു സമ്പൂർണ്ണവാദിയൊക്കെ ഉപരോധി നിക്ഷേപിക്കാറുമാണ്. ഗാന്ധിയും മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം ശരിക്കും ഇന്ത്യയിൽ ഇന്നത്തെ മതേതരത്വത്തിന് അടിപ്പറയുന്നത് 1920 ബാലഗംഗാധര തിലകൻ മരിക്കുമ്പോൾ ഗാന്ധിക്ക് ആ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന സമയത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആദ്യം നടത്തുന്ന ഗാന്ധിയുടെ പ്രസ്താവന ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യമായിരിക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് കുറിച്ചിട്ട് ആ നിലപാട് തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഞാൻ കൃത്യമാണ് കൊല്ലപ്പെടുന്നതിനുള്ള 28 വർഷമൊക്കെ അത് നടപ്പിലാക്കി. അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ടായിരുന്നു. ജനങ്ങളിൽ എത്തിക്കാൻ ഈശ്വര നേരിയ നാം പോലുള്ള പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത് ഉണ്ടാക്കിയെടുത്ത ഒരു മതേതര അടിത്തറ വളരെ വളരെ ശക്തമാണ്. ആ അടിത്തറ ഇപ്പോഴും ഇന്ത്യയിൽ താരതമ്യേന ശക്തമായിട്ടുള്ള നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് മുകളിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പോലുള്ള ശക്തികളുടെ കടന്നുകയറ്റത്തിന് ശരിക്കും അടിയിലേക്ക് കടന്നില്ല കഴിയാതെ അതിന് തടുത്തു നിർത്തിക്കൊണ്ട് ഒരു മതേതര ജനാധിപത്യ ഘടന ഇവിടെ നിലനിർത്തുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ആ രീതിയിലുള്ള ഒരു ജനാധിപത്യ മതേതര അടിത്തറ ഉള്ള ഇന്ത്യയിൽ പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയകൾ ജനാധിപത്യ ലോക നിലവാരത്തിൽ തന്നെ ജനാധിപത്യത്തിൻ്റെ വികാസത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്നത് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചു രാജ്യങ്ങൾ സിലോൺ പോലുള്ള ഒരു രാജ്യം 2 ഭാഷകൾ മാത്രം സംസാരിക്കുന്നവരാണ് സിലോണുള്ളത്. അവർ തമ്മിൽ നടന്ന സംഘടനകളുടെ കൂട്ടക്കുറകളുടെ ചരിത്രങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് പലരും അത്ഭുതപ്പെട്ടു നോക്കുന്നത്. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും ജാതിയും ഒക്കെ ഇന്ത്യയിൽ ഇതെല്ലാം തന്നെ ഒരു ജനാധിപത്യ ചട്ടക്കൂടുകളും ചട്ടക്കൂടുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്ന് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാനതുകൊണ്ട് ഗൗരവവും തന്നെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതെല്ലാം പോരായ്മകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളിലും ശരിക്കുള്ള ജനാധിപത്യ ബോധം എത്തിക്കഴിഞ്ഞോ, ജനാധിപത്യപരമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെ കഴിയുന്നുണ്ടോ, ഓരോ പ്രദേശത്തുമുള്ള ജൈവിക ശക്തികൾ മറ്റു പല മതമേധാവിത്വ ശക്തികളിൽ കിട്ടുന്ന ജനങ്ങളുടെ മുകളിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോൾ പോലും ഒട്ടുമൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യം വളരെയധികം സവിശേഷതകളോടുകൂടി തന്നെ അതിജീവിച്ചു കൊണ്ടുപോകുന്നതേ ഈ കഴിഞ്ഞതൊക്കെ കൃത്യമായി നിലനിൽക്കുന്ന ജനങ്ങളുടെ ആ ജനാധിപത്യവും ദരിദ്രം തന്നെയാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള അതേപോലെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഞാനുൾപ്പെടെ ഓൺലൈൻ മാസികയിൽ എഴുതിയിരുന്നതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു തകർച്ചയിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത് പറ്റി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ച് മുന്നോട്ട് പോയി പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടപ്പോഴേക്കും അന്തരീക്ഷം മാറി വരുമെന്നാണ് കഴിയുന്നത്. അവസാനത്തെ കൂടിയെത്തുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് ജനങ്ങൾ എത്ര ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള യഥാർത്ഥം തിരിച്ചത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യക്കുള്ള വലിയ സങ്കീർണമായ സമൂഹത്തിൽ അടിസ്ഥാനപരമായ ജനാധിപത്യ